ഒന്ന് വിസിറ്റ് ചെയ്യണം വിചാരിച്ച ഷോപ്പാണ് തൃശ്ശൂരിലെ ഈ ക്യാം സോൺ എന്ന് പറയുന്ന ക്യാമറ ഷോപ്പ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നമ്മൾ പരിചയമുള്ള ഒരുപാട് വലിയ ക്യാമറ ഷോപ്പുകൾ, നിമ്മീസ്, ക്യാമറ പോയിൻറ്റ്, സിയൂൺ ക്യാമറാസ്, ഇവരൊക്കെ കൂടി കൂടിയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഈ ക്യാം സോൺ എന്ന് പറയുന്ന ഈ ഷോപ്പ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതെല്ലാ ക്യാമറ ഷോപ്പുകളും കൂടിയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ എല്ലാ ഭാഗത്തും നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള എന്ത് പ്രോഡക്റ്റും പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. മാത്രമല്ല ബൾക്കായിട്ടുള്ള ഓർഡറൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വില കുറഞ്ഞ സാധനം കിട്ടാനും കൂടെയുള്ള ഒരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ക്യാമറ മാത്രമല്ല കമ്പ്യൂട്ടറും മോണിറ്ററും ഒരുപാട് ആക്സസറീസൊക്കെ ഉണ്ട്. നമുക്കിപ്പോൾ സോജനെ പരിചയപ്പെട്ടിട്ട് എന്തൊക്കെയാണ് ഷോപ്പുകളിൽ പുതിയ സാധനങ്ങൾ വന്നിട്ടുള്ളത്, അതുപോലെ കമ്പ്യൂട്ടറിൽ ഐമാക്ക്, അതുപോലെ ബെൻക്യൂ മോണിറ്റർ, ഇതൊക്കെ സപ്ലൈ ചെയ്യുന്ന ടീമും കൂടിയാണ്. അപ്പോൾ അവരായിട്ട് നമുക്ക് സോജനായിട്ട് സംസാരിച്ചിട്ട് എന്തൊക്കെയാണ് ഷോപ്പിലുള്ളത്, എന്തൊക്കെയാണ് നമുക്ക് ഓഫറുകൾ എന്നൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഹലോ സാർ. എവിടേക്കാണ് ഇപ്പോൾ ഷോപ്പുകളുള്ളത്? ഇപ്പം നമുക്ക് കൊല്ലം മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴിക്കോട് വരെയാണുള്ളത്. ഒരു 8-9 ഷോറൂമുകൾ നമുക്ക് ടോട്ടലുണ്ട്. ഓക്കെ. അപ്പോൾ അത് എല്ലാം കൂടെ കേന്ദ്രീകരിച്ചിട്ടൊരു ഷോറൂമാണ് നമ്മൾ. ഒരു പൂൾ പോലെ അല്ലേ, ക്യാമറ പൂൾ പോലെ ആക്കിയിട്ടുള്ള സംഭവം. നല്ല കൺസെപ്റ്റാണ്. കാരണം മറ്റ് ഷോപ്പുകൾ എല്ലാ ഷോപ്പുകളൊക്കെ വിഘടിച്ച് നിന്ന്, കാരണം അത് കസ്റ്റമേഴ്സിന് ഭയങ്കര പാടാണ്. കാരണം ഒരു സാധനം കിട്ടില്ലെങ്കിൽ വേറെ ഷോപ്പിൽ നിന്ന് പറയാൻ പറ്റില്ല, അതുപോലെ കറക്റ്റ് സമയത്ത് കിട്ടുന്നില്ല. ഇതിപ്പോൾ എവിടെ കോഴിക്കോടുള്ളൊരു കസ്റ്റമർക്ക് കൊല്ലത്തുള്ള ഷോപ്പിലെ സാധനമാണെങ്കിലും പെട്ടെന്ന് സാധനങ്ങൾ എത്തിക്കാൻ പറ്റും. അവിടെ ഒരു ഫോട്ടോഗ്രാഫർ അവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും സർവീസ് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ അവിടുത്തെ ബ്രാഞ്ചുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് സപ്പോർട്ട് കിട്ടുന്ന ഒരു ഓപ്ഷൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതെ, ആക്ച്വലി ഒരു ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 3-4 മാസമായി തോന്നുന്നു. 4 മാസമായി ഉദ്ഘാടനത്തിന് ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോൾ ഒന്നും വരാൻ പറ്റില്ല, ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ ഞാൻ വന്നു. കാരണം ഇവിടെ സൗകര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നമുക്ക് തിരക്ക് കുറഞ്ഞ ഏരിയയിൽ തന്നെ, അതായത് നമ്മുടെ കാസിനോ ഹോട്ടൽ കോംപ്ലക്സിലാണ്. നിങ്ങളൊരു 10-20 കാറ് വന്നിട്ടാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ സാധാരണ ക്യാമറ ഷോപ്പിലൊക്കെ പോകുമ്പോഴൊരു പ്രശ്നം പറഞ്ഞാൽ പാർക്കിംഗ് എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ഏതെങ്കിലും പാർക്കിൽ കൊണ്ടിട്ട് വന്ന് അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ക്യാമറ ഷോപ്പ്. എല്ലാവരും കാറിലാണ് വരുന്നത്, അവർക്ക് പാർക്കിംഗ് വേണം. അപ്പോൾ അതിൻ്റെ ഒക്കെ സൗകര്യം നോക്കിയിട്ടുള്ള ഒരു ബെസ്റ്റ് സ്ഥലത്താണ് തൃശ്ശൂരിൽ. ടൗണിൽ തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ KSRTCക്കോ അല്ലെങ്കിൽ റെയിലിനൊക്കെ വരികയാണെങ്കിൽ നടന്ന് വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. KSRTC റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് 6 കിലോമീറ്റർ പോലും ഇല്ല. 6 കിലോമീറ്റർ നടന്നാൽ വരാറുണ്ട്. നമ്മളൊക്കെ നടന്നാൽ വരാറ്. അതുപോലെ ക്യാമറ റിപ്പയർ ഷോപ്പ് തന്നെ അടുത്തുണ്ട്. എല്ലാം ഉണ്ട്. ഡ്രോൺ ഷിപ്പ് റിപ്പയർ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സൗകര്യമാണ് ഇവിടെ. അപ്പോൾ നമുക്കിപ്പോൾ പുതിയ പ്രൊഡക്റ്റുകൾ ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്? DJI RS4 ഒക്കെ ഉണ്ട്. വന്നിട്ടുണ്ട്. പുതിയ RS4 വന്നിട്ടുണ്ട്. പിന്നെ ഹോളിലാൻഡ് LRCM2. ഹോളിലാൻഡ് മൈക്കുകൾ ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഹോളിലാൻഡ് M2S ആണല്ലേ? അത് സ്റ്റോക്ക് ഉണ്ടല്ലോ. അത് വന്നിട്ടുണ്ട്. സ്റ്റോക്ക് വന്നിട്ടുണ്ട്. M2Sന്റെ പുതിയ മൈക്കാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെയൊക്കെ സ്റ്റോക്ക് വന്നു. M2S നല്ല ക്വാളിറ്റിയാണ്. കുത്തിവെച്ചാൽ തന്നെ ചെറിയ രീതിയിൽ നമുക്ക് കണ്ടോ മൈക്കാണ് ഇരിക്കുന്നത്. മറ്റേ വലിയൊരു ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ക്വാളിറ്റിയിൽ ആൾക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള മൈക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ ട്രാൻസ്മിറ്ററുകൾ, ഹോളിലാൻഡൊക്കെ ട്രാൻസ്മിറ്റർ പ്രൊഫഷണൽ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോളിലാൻഡൊക്കെ നോർമലി യൂസ് ചെയ്യുന്നത്. അതിൽ ട്രാൻസ്മിറ്റർ ഉണ്ട്. അതുപോലെ ലൈവിന് വേണ്ടിയുള്ള ഫുൾ സൊല്യൂഷൻ നമുക്കുണ്ട്. വീഡിയോ ട്രാൻസ്മിറ്റർ കൂടാതെ നമുക്ക് അതിൻ്റെ സ്വിച്ചറുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈവിന് വേണ്ടിയുള്ള ലൈവ് സോളോ മിക്സർ, വീഡിയോ മിക്സർ എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ അത് ബുക്ക് ചെയ്യണം ആദ്യം? ഇല്ല, അത് റെഡി സ്റ്റോക്ക് ഉണ്ടാവും. A to Z പ്രോഡക്റ്റ് നമുക്ക്, അതായത് ഒരു ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർക്ക് വേണ്ട എല്ലാ പ്രോഡക്റ്റുകളും നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇനിയിപ്പോൾ ഇതൊരു ലൈവ് തുടങ്ങാനോ ഒരു പുതിയ ഒരു സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റാഫും ടീമൊക്കെയാണ്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങളെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ലൈറ്റും കാര്യങ്ങളും ഇതുപോലെ ലൈവ് എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരും. എല്ലാ സപ്പോർട്ടും ചെയ്തിട്ട് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. അതായത് നിങ്ങൾ ഒരാളെ വിളിച്ച് അത് എവിടുന്ന് വാങ്ങും, ഇത് വാങ്ങും, ഓൺലൈനിൽ നിന്ന് കുറേ സാധനം വാങ്ങി, ഇതൊക്കെ കൂടി സെറ്റ് ആവാത്തൊരു പ്രശ്നത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഇവർ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലൈവ് സ്റ്റുഡിയോ, ഈവൻ ഒരു യൂട്യൂബ് സെറ്റപ്പ് തുടങ്ങണമെങ്കിലോ ലൈവ് സ്റ്റുഡിയോ, നിങ്ങളൊരു വെഡിങ് കമ്പനി തുടങ്ങണമെങ്കിൽ എല്ലാവിധ സപ്പോർട്ടും, അതുപോലെ ബജാജ് ഫിനാൻസ് 0% ഫിനാൻസും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡെലിവറി, ഫ്രീ ഡെലിവറി ഓപ്ഷൻ ഉണ്ട്. ബുക്ക് ചെയ്താൽ പിറ്റേ ദിവസം തന്നെ ഓൾ കേരളത്തിൽ ഓക്കെ. അപ്പോൾ നാളെ വേണമെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞ സാധനം എത്തും. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ പുതിയത് വന്നാണ് Insta360 X4 വന്നിട്ടുണ്ട്. അതെ. അത് ഇപ്പോൾ പുതിയ 8K എത്ര നോക്കട്ടെ വന്നിട്ട് X4 Insta360 X4 പുതിയ 8K 360 ക്യാമറയാണ് അല്ലേ? ശരിക്കും ട്രാവലിംഗ് പോകണവർക്കും അതുപോലെ ബ്ലോഗേഴ്സിനൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ സാധനം. 8K എന്നറിയാലോ. ഇതിൻ്റെ 360 മൊത്തം വീഡിയോൻ്റെ ക്വാളിറ്റി 8K ഉണ്ടാവും. ഏകദേശം എനിക്ക് 50,000 താഴെ എത്ര വരുന്നുണ്ട്? 50,000 താഴെ പ്രൈസ് വരുന്നുണ്ടാവുക. പിന്നെ Pocket 3, നിങ്ങൾ പുതിയതായിട്ട് ബ്ലോഗിങ് തുടങ്ങുന്ന ആൾക്കാണെങ്കിൽ Pocket 3 വാങ്ങിക്കഴിഞ്ഞാൽ ഗിംബലൊക്കെ അതിൽ ഇൻബിൽറ്റ് വരുന്ന സാധനമാണ് DJIൻ്റെ Pocket 3. Pocket 3ൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ നമ്മളിങ്ങനെ വരികയാണെങ്കിൽ
ഹീറോ നമ്മളെ ഗോപ്രോ 13 അല്ലേ പുതിയത്? അതെ അതെ 13 പുതിയ വെർഷൻ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഫുജി ഫിലിമിൻ്റെ ഇൻസ്റ്റാ ക്യാമറ സ്ട്രാപ്പുകൾ ഇപ്പോഴത്തെ ഒരു സ്റ്റൈലാണ് കേട്ടോ. ക്യാമറയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നോർമൽ ക്യാമറ സ്ട്രാപ്പ് ഇപ്പോൾ ആരും യൂസ് ചെയ്യാറില്ല. കുറച്ചും കൂടി നന്നായിട്ട് യൂസ് ചെയ്യാനും പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാനും ഗിംബലിമൊക്കെ മാറ്റാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ട്രാപ്പുകളൊക്കെ അവൈലബിൾ ആണ്. മൈക്കുകൾ പല ടൈപ്പ് ഓഫ് ഓഡിയോ റെക്കോർഡർ, സെപ്പറേറ്റ് റെക്കോർഡർ വരുന്നുണ്ട്, സൂമിൻ്റെ റെക്കോർഡർ വരുന്നുണ്ട്. അപ്പോൾ പ്രൊഫഷണലായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ അമേച്ചറായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിലും ബെസ്റ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും. ഇതൊക്കെ എന്ത് വിലയുണ്ട് ഈ പ്രോ ഫോക്കസ്? ഇത് കുറച്ച് ഇത് അമേച്ചർ സെറ്റിനുള്ള ഒരു 10,000 രൂപ റേഞ്ചൊക്കെ വരുന്നുള്ളൂ. മൊബൈലിൻ്റെ മുകളിൽ നേരെ ക്ലിപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയുള്ള സാധനങ്ങൾ. അതായത് നിങ്ങൾ അമേച്ചർ ആണെങ്കിലും ഒരു പുതിയ സ്റ്റാർട്ടർ ആണെങ്കിലും യൂട്യൂബർ ആണെങ്കിലും അതല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ പോലും എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അറിയണ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനോട് ഞാൻ പറയേണ്ട കാര്യമില്ല, ഇമ്മീസിനെ കുറിച്ചോ ക്യാമറ പോയിന്റിനെ കുറിച്ചോ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനോട് ഞാൻ പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കട തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് സർവീസൊക്കെ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മൊബൈൽ വ്ളോഗിങ് കിറ്റ് വരുന്നുണ്ട്, സൺഹൈസർ. ഇതൊക്കെ ഭയങ്കര ക്വാളിറ്റി ആയിരിക്കുമല്ലോ, നല്ല വില ഉണ്ട് അതിന്. സൺഹൈസർ അറൗണ്ട് MRP 10,000 വരുന്നുണ്ടല്ലേ? അത്ര വരുന്നുണ്ട്. 10,000 താഴെ കൊടുത്തു കഴിഞ്ഞാൽ സൺഹൈസർ സ്റ്റാൻഡും സാധനങ്ങളും ഒക്കെ കംപ്ലീറ്റ് കിറ്റ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കറക്റ്റ് പ്രൈസ് അല്ല പറയണത്, കാരണം ഓഫർ ഉണ്ടാവും. സെല്ലിംഗ് പ്രൈസാണ്. സെല്ലിംഗ് പ്രൈസിൽ കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ ലൈറ്റുകൾ, ഉലൻസിയുടെ ലൈറ്റുകളുണ്ട്, ലൈറ്റിംഗ് ഗോഡോക്സിൻ്റെ ലൈറ്റുകൾ, ഉലൻസി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. മൈക്ക് എല്ലാ ടൈപ്പ് ഉണ്ടാവും. ഈ കംപ്ലീറ്റ് ഏരിയ കംപ്ലീറ്റ് നല്ലപോലെ കവറിങ് ചെയ്യുന്നുണ്ട്. എല്ലാ ആക്സറീസും വരുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് മെയിൻലി നമ്മൾ ആപ്പിളിൻ്റെ സിസ്റ്റം സൊല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു എഡിറ്റിംഗ് സൊല്യൂഷൻ ഫുൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ മാക്മിനി M4 വെച്ചിട്ടുള്ള എഡിറ്റിംഗ് സൊല്യൂഷൻ കംപ്ലീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്മിനി M4 ഇപ്പോൾ എന്താ വില വരേണ്ടത്? M4 നമുക്ക് പ്രോയ്ക്കാണെങ്കിൽ ഒരു 140 റേഞ്ച്, 149 MRP വരുന്നത്. ഏകദേശം അത് നോക്കിയിട്ട് പിന്നെ അതൊരു ചെറിയ ഡിസ്കൗണ്ട് ഉണ്ടാവും. ശരിക്കും ഫുൾ സിസ്റ്റത്തിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ മാക്മിനി ആണ്. അതെ 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 മാക്മിനി അറിയാലോ, ചെറിയ സിസ്റ്റം. അതിൽ നമുക്ക് മോണിറ്ററും സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആപ്പിളിലൊക്കെ ഏറ്റവും കംപ്ലൈൻറ്റ് വരുന്നത് വെച്ചാൽ കീബോർഡ് മോണിറ്ററൊക്കെയാണ് കംപ്ലൈൻറ്റ് വരിക. അത് നമുക്ക് എപ്പോഴും പ്ലഗ് ഇൻ ചെയ്തിട്ട് മാറ്റാൻ പറ്റുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സിസ്റ്റം കൂടിയാണ്. അതുപോലെ iMac ചെയ്യുന്നുണ്ട്. iMac ചെയ്യുന്നുണ്ട്. മോണിറ്റർ ഇപ്പോൾ ഏതൊക്കെ പറഞ്ഞാൽ ബെൻക്യൂ ആണ് ചെയ്യുന്നത്. ബെൻക്യൂൻ്റെ കളറിംഗ് മോണിറ്ററാണ് ചെയ്യുന്നത്. അതും അത്യാവശ്യം പ്രൊഫഷണൽ റേഞ്ചിലുള്ള എല്ലാ പ്രോഡക്റ്റും ഞങ്ങൾ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ കളർ കറക്ഷൻ ഒക്കെ ഓട്ടോമാറ്റിക് അതിൽ വരുന്നുണ്ടോ? കമ്പനി കാലിബ്രേറ്റഡ് ഉണ്ട്. പിന്നെ നമുക്ക് മാനുവലി കാലിബ്രേറ്റ് ചെയ്യാവുന്ന ഹൈ എൻഡ് മോഡൽസും ഉണ്ട്. ബെൻക്യൂല് വരുന്നുണ്ട്. ഓക്കെ. പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്ന മോണിറ്ററാണ്. അതിന് പറ്റിയ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും അധികം പ്രിന്ററും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഗിംബലുകൾ RS4 മാത്രമല്ല കേട്ടോ, Scorp 2 ഒക്കെ ഉണ്ട്. കണ്ടോ, ട്രാക്കിംഗ് ഒക്കെ ഉള്ള ഗിംബലാണ് Scorp 2. RS4 കോംബോ ഉണ്ടല്ലോ അല്ലേ? RS4 കോംബോ ഉണ്ട്. ലൈറ്റിംഗ് സിസ്റ്റത്തെ എല്ലാം കണ്ടോ, ഗോഡോക്സിന്റെ എല്ലാ സിസ്റ്റങ്ങളും അപ്പീച്ചർ എല്ലാം വരുന്നുണ്ട്. ഇത് ക്യാമറ റിഗിൽ ഇത് വരണല്ലേ, ഈ സ്മോൾ റിഗിന്റെ ക്യാമറ സോണിക്കുള്ളതാണ്. FX3 അല്ലേ? ഇതുപോലെ കേജുകൾ നമ്മൾ വാങ്ങുന്നത് നല്ലതാണ്. ഇതുപോലെ കേജുകൾ വാങ്ങിയ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ നോർമലി നമ്മൾ വീഡിയോഗ്രാഫിക്കൊക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെ ക്യാമറയുടെ നമ്മൾ ഗിംബൽമേ യൂസ് ചെയ്യുമ്പോഴും അതുപോലെ ട്രൈപോഡുമേ യൂസ് ചെയ്യുമ്പോഴും ക്യാമറയുടെ അടിഭാഗമൊക്കെ കംപ്ലീറ്റ് സ്ക്രാച്ചായി നഷ്ടപ്പെടും. ഇനി അഥവാ ഇതിട്ടൊന്ന് വീണാലും പ്രത്യേകിച്ച് ബോഡിക്കൊന്നും പറ്റാറില്ല. ബോഡിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൈക്ക് ആക്സസറീസ് ഒക്കെ ഈസി ആയിട്ട് ഇതിന് മുകളിൽ യൂസ് ചെയ്യാൻ പറ്റും. അതെ, അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റിയുള്ള സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ക്യാമറകൾക്ക് വരികയാണെങ്കിൽ പ്രൊഫഷണൽ ക്യാമറകൾ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും സോണി A7S3 വീഡിയോഗ്രാഫിക്ക് ബെസ്റ്റ് ക്യാമറയാണ്. FX3 വരുന്നുണ്ട്. S3 അല്ലേ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ്? FX3 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് വരുന്നത് അല്ലേ? FX3 ഇതെന്ത് വിലയുണ്ട്? FX3 ബോഡി 330. പിന്നെ അതിൻ്റെ പുതിയ വെർഷൻസ് പഴയ വെർഷൻസൊക്കെ അതുകൊണ്ട്. ഓക്കെ. പിന്നെ കനോണിൻ്റെ ആണെങ്കിൽ R10 മുതൽ R5 Mark II വരുന്നുണ്ട്. R7 R50 R50 R100 ഒക്കെ അമേച്ചറിൽ പെടും അല്ലേ? അതൊക്കെ അമേച്ചറാണ്. നമുക്ക് പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ R8 സാധനങ്ങളൊക്കെ ഇപ്പോൾ. ഇപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ R50 നല്ല ഓപ്ഷനാണ് കേട്ടോ. ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ക്യാമറയാണ് R50 അല്ലേ? R50യുടെ ക്യാമറ ഒരു 10,50,000 60,000 റുപ്യക്കുള്ളിൽ കിട്ടുന്ന ബെസ്റ്റ് ക്യാമറയാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കനോണിൻ്റെ ക്വാളിറ്റിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. കുറേ ആൾക്കാർ ഫോട്ടോഗ്രാഫർ ആയത് തന്നെ അല്ലേ കനോൺ 5D Mark IV Mark III ഒക്കെ ഉള്ള സമയത്താണ് ആയത്. പിന്നെ ലെൻസുകൾ, സോണിയുടെ ലെൻസുകളും എല്ലാ ലെൻസുകളും അവൈലബിൾ ആയിട്ടുള്ള കുറേ പ്രൊഫഷണൽ ബാറ്ററീസ് ലെൻസുകൾ എല്ലാ സാധനങ്ങളും ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിതിൽ നിക്കോണിൻ്റെ ഏറ്റവും ബെസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ക്യാമറയാണ് നിക്കോൺ C6 ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അടിപൊളി ക്യാമറയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എഡിറ്റിങ്ങിൻ്റെ കാര്യം വരുന്നില്ല. കാരണം നമ്മൾ അതിൽ പോർട്രേറ്റ് മോഡലൊക്കെ പോയി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറക്റ്റായിട്ട് നല്ല
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് ഇടാൻ പറ്റും. അതുപോലെ Z30 വരുന്നുണ്ട്, Z5 വരുന്നുണ്ട്, Z50 ഉണ്ട്. ഇപ്പോൾ ചെറിയ നമ്മുടെ ചെറിയ സെൻസറിൽ IPS സെൻസറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് Z52 അല്ലേ, Z52 ഒക്കെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതുപോലെ ലുമിക്സ് ക്യാമറകൾ, ഫുജി ഫിലിമിൻ്റെ അതുപോലത്തെ ഫ്ലാഷൊക്കെ ഇവിടെ വെക്കുന്നുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വാൻഗാർഡിൻ്റെ ബാഗുകൾ വെസ്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് വാൻഗാർഡിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഓഫേഴ്സ് ഓക്കെ വിത്ത് ഓഫേഴ്സ് ആണ് വാൻഗാർഡ്. നമ്മൾ സൈറ്റിൽ കാണുന്നത് പോലെയല്ല, ഞാൻ ഉപയോഗിക്കുന്ന വാൻഗാർഡാണ്. നല്ല ഒരുപാട് കാലം, അതായത് ക്യാമറൻ്റെ ബാഗ് എന്ന് പറഞ്ഞാൽ ക്യാമറയ്ക്ക് പ്രൊട്ടക്ഷനാണ് ശരിക്കും. അത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള പല സൈസിലുള്ള ബാഗുകൾ, ചെറിയ നിങ്ങളെ ഒരു ക്യാമറ ലെൻസൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഈസി ആയിട്ട് നല്ല സ്റ്റൈലായിട്ട് പോകാൻ പറ്റും. ഇത് ക്യാമറയ്ക്ക് മാത്രമല്ല, നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും ഉപയോഗിക്കാം അല്ലേ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റിയുള്ള, അതായത് വെറുതെ എന്തെങ്കിലും ഒരു ക്യാമറയിൽ നിറച്ച് പോകില്ല, കുറച്ച് സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ ബെസ്റ്റ് സാധനം ഈ വാൻഗാർഡ് സീരീസാണ്. അതുപോലെ നമുക്ക് കുറച്ചും കൂടി പിന്നെ കുറഞ്ഞത് വേണമെങ്കിൽ പിൻബാൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ, മൊബീസ് അല്ലേ, എല്ലാം ഉണ്ട്, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തൃശ്ശൂർ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, കസിനോ ഹോട്ടലിൻ്റെ അടുത്ത് ഇനി വേണമെങ്കിൽ നിങ്ങൾ പിന്നെ നമ്മുടെ ഗൂഗിളിൽ അടിച്ചാൽ മതി, ക്യാംസോൺ അടിച്ചാലും കിട്ടും. അതല്ലെങ്കിൽ കസിനോ ഹോട്ടൽ കോംപ്ലക്സിലാണ് ഇതുള്ളത്. എല്ലാ പാർക്കിങ്ങും സൗകര്യങ്ങളും ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വാങ്ങേണ്ട ക്യാമറയെ കുറിച്ചോ കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഇവർ തരും. കാരണം ക്യാമറ ഷോപ്പിൻ്റെ ഒരു കൂട്ടായ്മ എന്നുള്ള ഒരു രീതിയിലാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾ മറ്റ് ഷോപ്പുകളിലൊന്നും അലഞ്ഞു നടന്ന് പ്രൈസ് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഫാസ്റ്റായിട്ട് സാധനം നമുക്ക് ക്യാംസോണിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ക്യാമറ ആക്സസറീസ് എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കുറേ കമ്പനിയിൽ വിളിച്ച് കുറേ ഷോപ്പിൽ വിളിച്ച് ഇടങ്ങാറാവേണ്ട കാര്യമൊന്നുമില്ല. നേരെ നമ്പറിൽ വിളിക്കുക, ക്യാംസോണിൽ വരുന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറയുക, ഫിക്സ് ചെയ്യുക, പേയ്മെൻറ്റ് അടക്കം സാധനം വാങ്ങി പോകുക. അത്രയുള്ളൂ, വളരെ ഈസിയാണ്. പാർക്കിംഗ് കാര്യങ്ങളും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം എല്ലാം ഉണ്ട്, എല്ലാ സപ്പോർട്ടും ഇവരടുത്ത് ഭാഗത്തുണ്ടാവും. എന്തായാലും കൂടെ താങ്ക് യു സോ മച്ച്.